കഴിഞ്ഞ പ്രാവശ്യം കേട്ട ആ ഭാഗം ഒന്നുകൂടെ കേട്ട് നമുക്ക് മുന്നോട്ട് പോവാം. നാഥന്മാരെ, ഇന്ദ്രിയങ്ങൾക്ക് സുഖമേകുന്ന വിഷയലബ്ധി തന്നെയാണ് പുരുഷാർത്ഥ സിദ്ധി എന്ന് കരുതുന്ന അറിവില്ലാത്തവരും പൂർവജന്മകൃതങ്ങളായ കർമ്മങ്ങളുടെ ഫലമായി സകല സങ്കടങ്ങളുടെയും പ്രഭവസ്ഥാനമായിട്ടുള്ള സംസാര സാഗരത്തിൽ വീണ് കിടക്കുന്നവരുമായ ഞങ്ങൾക്ക് എങ്ങനെ കുശലമുണ്ടാകാൻ? ഇതില് ഈ ഭാഗത്ത് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ഞങ്ങൾക്ക് എങ്ങനെയാണ് കുശലം ഉണ്ടാവുക, അതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? രണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ഞങ്ങൾക്ക് എങ്ങനെയാണ് കുശലമുണ്ടാവുക? അപ്പൊ കുശലമുണ്ടാകണമെങ്കിൽ ഇങ്ങനെയൊന്നും ആയാൽ പോരാ എന്നും വരും. സാധാരണ ആൾക്കാർ ഞങ്ങൾ എങ്ങനെയുള്ളവരാ, ഞങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഞങ്ങൾക്ക് എങ്ങനെയാണ് സുഖമുണ്ടാവുക? ഇപ്പൊ എങ്ങനെയുള്ളവരാണ് നമ്മൾ? ഇന്ദ്രിയങ്ങൾക്ക് സുഖമേകുന്ന വിഷയലബ്ധി തന്നെയാണ് പുരുഷാർത്ഥ സിദ്ധി എന്ന് കരുതുന്നവരാണ്. ഇന്ദ്രിയങ്ങൾക്ക്, അതായത് കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, കാത്, മനസ്സ്, ഇത് ആറിനും, ഷഡിന്ദ്രിയങ്ങൾക്ക്, മനസ്സിനെയും ഇന്ദ്രിയങ്ങളുടെ കൂട്ടത്തിലാണ് പെടുത്താറ് പതിവ്. മനസ്സിനെ ഇന്ദ്രിയങ്ങളുടെ നാഥൻ, നേതാവ് എന്നൊക്കെ വിളിക്കും. ഇന്ദ്രിയങ്ങൾക്ക് സുഖമേകുന്ന വിഷയലബ്ധി തന്നെയാണ് പുരുഷാർത്ഥ സിദ്ധി. അങ്ങനെയാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ലോകം മുന്നോട്ട് പോകുന്നത്. എന്താണ് ഭാഗ്യം എന്ന് പറഞ്ഞാൽ, ഇന്ദ്രിയങ്ങൾക്ക് സുഖമുണ്ടാകുന്ന വിഷയങ്ങളുടെ ധാരാളിത്വം, അതാണ് ഭാഗ്യം. അപ്പം അങ്ങനെ ഇന്ദ്രിയങ്ങൾക്ക് സുഖമേകുന്ന ആ സുഖത്തിന് എന്താ ഇപ്പം, ആ വിഷയലബ്ധിക്ക് എന്താ ഇത്ര വലിയ പ്രശ്നം? എന്താ? ആ സുഖം എന്ന് പറയുന്നത് അസുഖത്തിന് കാരണമാകുന്ന സുഖമാണ്. വിഷയലബ്ധിയിലൂടെ ഉണ്ടാവുന്ന ആ സുഖം അസുഖത്തിന് കാരണമാകുന്ന സുഖമാണ്. അത് ശാശ്വതമായ സുഖം അല്ല. നമ്മൾ ആഗ്രഹിച്ച് ഒന്ന് നമുക്ക് കിട്ടിയാൽ അത് കിട്ടുന്നതിനോടൊപ്പം തന്നെ ഇത് നഷ്ടപ്പെടുമോ, ഇതില്ലാതാകുമോ, ഇത് മറ്റാരെങ്കിലും എടുത്തുകൊണ്ട് പോകുമോ എന്നുള്ള ഒരു ചിന്തയും നമ്മളിൽ ഉണ്ടാകും. വിഷയ സുഖത്തിൻ്റെ ഒരു പ്രശ്നം അതാണ്. ഇത് എത്ര കാലം നിലനിൽക്കും? ഈ ഒരു ചിന്ത, ഈ ഒരു ആകാംക്ഷ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. അതായത് ഈ സുഖം എന്ന് പറയുന്നത് ശുദ്ധമായ സുഖമല്ല, അസുഖത്തോടുകൂടി കലർന്ന സുഖമാണത്. അതുകൊണ്ടാണ് അതിൽ തൃപ്തി ഇല്ലാതെ പോകുന്നത്. അതുകൊണ്ടാണ് ഈ വിഷയ സുഖം ഗൗണമായിട്ട് കരുതപ്പെടുന്നത്. അല്ലാതെ അത് തെറ്റോ മോശമോ ആയതുകൊണ്ടല്ല. മനുഷ്യര് വാസ്തവത്തിൽ ആഗ്രഹിക്കുന്നത് പരമമായ സുഖമാണ്. ആ സുഖത്തിന് ഈ സുഖം ശരിയാവുകയില്ല, മതിയാവുകയും ഇല്ല. അപ്പൊ ഇന്ദ്രിയങ്ങൾക്ക് സുഖമേകുന്ന വിഷയലബ്ധി തന്നെയാണ് പുരുഷാർത്ഥ സിദ്ധി എന്ന് കരുതുന്ന അറിവില്ലാത്തവരും. എന്തിനെക്കുറിച്ച് അറിവില്ലാത്തവര്? മറ്റൊരു തരത്തിലുള്ള സുഖമുണ്ട് എന്ന കാര്യം അറിയാത്തവർ. ഈ വിഷയലബ്ധി ഉണർത്തുന്ന സുഖമല്ലാതെ മറ്റൊരു സുഖമുണ്ട്, അതീന്ദ്രിയ തലത്തിലൊരു സുഖമുണ്ട് എന്ന് അറിയാത്തവർ, അവരെയാണ് അറിവില്ലാത്തവർ എന്നിവിടെ വിവക്ഷിക്കുന്നത്. അറിവില്ലാത്തവരും പൂർവജന്മകൃതങ്ങളായ കർമ്മങ്ങളുടെ ഫലമായി സകല സങ്കടങ്ങളുടെയും പ്രഭവസ്ഥാനമായിട്ടുള്ള സംസാര സാഗരത്തിൽ വീണ് കിടക്കുന്നവരും, അതാണ് ഞങ്ങൾ. പൂർവജന്മകൃതങ്ങളായ കർമ്മങ്ങളുടെ ഫലമായി, നേരത്തെ ചെയ്ത പ്രവർത്തികളുടെ ഫലമായി സകല സങ്കടങ്ങളുടെയും പ്രഭവസ്ഥാനമായിട്ടുള്ള സംസാര സാഗരത്തിൽ നേരത്തെ ചെയ്തിട്ടുള്ള പ്രവർത്തികളും വിഷയസുഖങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തികൾ മാത്രമാണ്. അപ്പൊ വിഷയസുഖങ്ങളെ ലഭിക്കുന്നതിന് വേണ്ടി നേരത്തെ ചെയ്ത പ്രവർത്തികൾ, അവ
അവയുടെ ഫലമായി സകല സങ്കടങ്ങളുടെയും പ്രഭവസ്ഥാനമായിട്ടുള്ള സംസാര സാഗരത്തിന്റെ പ്രത്യേകത എന്താ? ഇത് ആവർത്തിച്ച് വരും. നമ്മളുടെ ചിന്തകളെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ അത് ആവർത്തിച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആവർത്തിച്ചു വരുന്ന ചിന്തകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പ്രവർത്തികൾ മുഴുവനും ഉള്ളത്. അത് നമ്മളെ സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ള അശുദ്ധമായ സുഖത്തോടു കൂടിയിട്ടുള്ള സംസാര സാഗരത്തിൽ വീണ് കിടക്കാൻ പ്രേരിപ്പിക്കും. അങ്ങനെ ഈ സംസാര സാഗരത്തിൽ വീട് കിടക്കുന്നവര് എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് വിഷയ സുഖങ്ങളുടെ അല്പമായ സുഖങ്ങളുടെ പുറകെ മാത്രം പോകുന്നവർ എന്നാണ് അർത്ഥം. അവരറിവില്ലാത്തവരാണ്. അറിവില്ലാത്തവർ എന്ന് പറഞ്ഞാൽ പരമമായ ഒരു സുഖമുണ്ട് എന്നും അതിലേക്ക് പോകുവാൻ പ്രയത്നിക്കാൻ സാധിക്കുമെന്നും ആ പ്രയത്നം ഫലവത്താകും എന്നും അറിയാത്തവർ. ഞങ്ങൾ അങ്ങനെയുള്ളവരാണ്. ആ ഞങ്ങൾക്ക് എങ്ങനെ കുശലമുണ്ടാകാനാണ് എന്നൊരു ചോദ്യം. മറ്റൊന്ന്, ആ ഞങ്ങൾക്ക് എങ്ങനെ കുശലമുണ്ടാകാനാണ്. ഇപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ തന്നെ പോയാൽ കുശലം ഉണ്ടാകുകയില്ല. പിന്നെ എങ്ങനെ പോയാലാണ് കുശലം ഉണ്ടാവുക എന്നും ചോദിക്കുകയാണ്. അദ്ദേഹം തുടരുകയാണ്. ആത്മാരാമന്മാരായ ഭവാന്മാരോട് കുശലം തന്നെയോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം കുശലം, അകുശലം, സുഖം, ദുഃഖം തുടങ്ങിയുള്ള ദ്വന്ദ്വഭാവങ്ങൾ മനസ്സിന്റെ വികാരങ്ങളാണല്ലോ. ഭവാന്മാരുടെ മനസ്സാകട്ടെ ആത്മാനന്ദത്തിൽ മുഴുകിയിരിക്കുകയാൽ വികാരരഹിതമാകുന്നു. ഭവാന്മാർ ആത്മാനന്ദത്തിൽ മുഴുകിയിരിക്കുന്നവരാകയാൽ ക്ലേശമനുഭവിക്കുന്നവരുടെ സുഹൃത്തുക്കളും ആയിരിക്കുമല്ലോ. സംസാര ദുഃഖങ്ങളിൽപ്പെട്ടുഴലുന്ന ഞങ്ങളെ പോലെയുള്ളവർക്ക് ആയാസരഹിതമായ ശ്രേയസ് കൈവരിക്കുവാനുള്ള മാർഗമെന്നതിനെ കുറിച്ച് ബഹുമാന പുരസരം ഭവാന്മാരോട് ചോദിച്ചു കൊള്ളട്ടെ. സകല ചരാചരങ്ങളിലും ആത്മാവായി വർത്തിക്കുന്ന ജനന മരണരഹിതനായ പരമാത്മാവിന്റെ അവതാരമൂർത്തികളായ ഭവാന്മാർ ഭക്തജനങ്ങളെ അനുഗ്രഹിക്കാനായി പ്രത്യക്ഷ രൂപത്തിൽ ഈ ഭൂമിയിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ തന്നെയാണ് നിങ്ങളുടെ രൂപത്തിൽ വന്നിരിക്കുന്നത്. ആത്മാരാമന്മാരായ ഭവാന്മാരോട്, ഭവാന്മാർ എങ്ങനെയുള്ളവരാണ്? ആത്മാരാമന്മാരാണ്. പരമമായ ആ അനുഭവത്തിൽ സദാ നിരതരായിരിക്കുന്നവരാണ് ഭവാന്മാർ. ആത്മാരാമന്മാരായ ഭവാന്മാരോട് കുശലം തന്നെയോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. ആത്മാരാമന്മാരാണ് നിങ്ങൾ എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് സുഖമല്ലേ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം കുശലം, അകുശലം, സുഖം, ദുഃഖം തുടങ്ങിയുള്ള ദ്വന്ദ്വഭാവങ്ങൾ മനസ്സിന്റെ വികാരങ്ങളാണല്ലോ. അപ്പൊ മനസ്സ് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ഭേദഭാവനയുണ്ടാകും. ഡ്യുവാലിറ്റിയുടെ റൂട്ട് കോസ് എന്ന് പറയുന്നത് മനസ്സാണ്. മനസ്സെന്ന് പറഞ്ഞാൽ ചിന്തകളാണ് ഈ വേർതിരിവുകളെ ഉണ്ടാക്കുന്നത്. ചിന്തകളാണ് സുഖത്തെ ഉണ്ടാക്കുന്നത്, ചിന്തകളാണ് ദുഃഖത്തെ ഉണ്ടാക്കുന്നത്, ചിന്തകളാണ് ഉള്ള സുഖത്തെ ദുഃഖമാക്കി മാറ്റുന്നത്. അപ്പൊ മനസ്സ് എവിടെ പ്രവർത്തിക്കുന്നുവോ അവിടെ ഭേദം ഉണ്ട്. ഇപ്പൊ കുശലം, അകുശലം, സുഖം, ദുഃഖം തുടങ്ങിയുള്ള ദ്വന്ദ്വഭാവങ്ങൾ, രണ്ട് എന്നുള്ള ഭാവങ്ങൾ മനസ്സിന്റെ വികാരങ്ങളാണല്ലോ. ഭവാന്മാരുടെ മനസ്സാകട്ടെ ആത്മാനന്ദത്തിൽ മുഴുകിയിരിക്കുകയാൽ വികാരരഹിതമാക്കുന്നു. ഭവാന്മാരുടെ മനസ്സ്, നിങ്ങളുടെ മനസ്സ് ആത്മാനന്ദത്തിൽ, പരമമായ ആനന്ദത്തിൽ മുഴുകിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ മനസ്സില്ല. നിങ്ങളുടെ മനസ്സ് അതിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാൽ അതിന് വികാരം ഉണ്ടാവില്ല. വികാരം എന്ന് പറഞ്ഞാൽ മാറ്റം എന്നർത്ഥം. മാറ്റം, സുഖം ദുഃഖമായി മാറുന്നു, ദുഃഖം സുഖമായി മാറുന്നു. അങ്ങനെ മാറ്റങ്ങൾക്ക് വിധേയമല്ല ഭവാന്മാരുടെ മനസ്സ്. എന്താ കാരണം? ഭവാന്മാരുടെ മനസ്സ് ആ ആനന്ദത്തിൽ ലയിച്ചിരിക്കുകയാണ്. ആ ആനന്ദം മാത്രമേ ഉള്ളൂ.
ഭവാന്മാർ ആത്മാനന്ദത്തിൽ മുഴുകിയിരിക്കുന്നവരാകയാൽ ക്ലേശം അനുഭവിക്കുന്നവരുടെ സുഹൃത്തുക്കളും ആയിരിക്കുമല്ലോ. അങ്ങനെയുള്ളവർക്കൊരു ഗുണമുണ്ട്, അവര് ലോക സുഹൃത്തായിരിക്കും, വിശ്വാമിത്രന്മാരായിരിക്കും, വിശ്വത്തിന്റെ പ്രപഞ്ചത്തിന്റെ മിത്രങ്ങളായിരിക്കും അവര്. ആത്മാനന്ദം അനുഭവിക്കുന്നവർ ലോക സുഹൃത്തായിരിക്കും. അപ്പം അവർ ക്ലേശം അനുഭവിക്കുന്നവരുടെ സുഹൃത്തുക്കളായിരിക്കും. അതാണ് മൈത്രി എന്നുള്ള ഭാവം ഈ ആത്മാനന്ദം അനുഭവിക്കുന്നവരിൽ സഹജമായി ഉണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് മൈത്രീ ഭാവത്തെ, മൈത്രിയാദി വാസനാലഭ്യ എന്ന ലളിതാ സഹസ്രനാമത്തില് നാമമുണ്ട്. ഈ മൈത്രീ ഭാവത്തെ, കരുണാഭാവത്തെ, ഇതൊക്കെ നമ്മൾ പരിപോഷിപ്പിച്ചാൽ നമ്മളും ആ തലത്തിലേക്ക് എത്തും. നമ്മളിലെല്ലാം ഈ ക്വാളിറ്റീസ് ഉണ്ട്, ഈ ഗുണങ്ങളുണ്ട്. അതിനെ പരിപോഷിപ്പിച്ചാൽ നമ്മൾ അതായിത്തീരും. അപ്പൊ ഇവരുടെ ഒരു പ്രധാന സ്വഭാവം എന്താ? ആത്മാനന്ദം അനുഭവിക്കുന്നവരുടെ ഒരു പ്രധാന സ്വഭാവം എന്താ? അവരുടെ മൈത്രീഭാവമാണത്. എല്ലാവരെയും അവർ മിത്രങ്ങളായിട്ടാണ് കാണുന്നത്. ആത്മാരാമന്മാരായ ഭവാന്മാരോടല്ല, ഭവാന്മാർ ആത്മാനന്ദത്തിൽ മുഴുകിയിരിക്കുന്നവരാകയാൽ ക്ലേശം അനുഭവിക്കുന്നവരുടെ സുഹൃത്തുക്കളായിരിക്കുമല്ലോ. സംസാര ദുഃഖങ്ങളിൽ പെട്ടുഴലുന്ന ഞങ്ങളെ പോലെയുള്ളവർക്ക് ആയാസരഹിതമായി ശ്രേയസ് കൈവരിക്കാനുള്ള മാർഗം എന്തെന്നതിനെ കുറിച്ച് ബഹുമാന പുരസരം ഭവാന്മാരോട് ചോദിച്ചു കൊള്ളട്ടെ. വന്നും പോയിക്കൊണ്ടുമിരിക്കുന്ന സുഖമനുഭവിക്കുന്നവരാണ് നമ്മൾ. സുഖ ദുഃഖങ്ങളിൽപ്പെട്ട് ഉഴറുന്നവരാണ് നമ്മൾ. അങ്ങനെയുള്ള നമ്മൾ ആകസ്മികമായി, അവിചാരിതമായി സ്ഥിരമായിട്ട് സുഖമനുഭവിക്കുന്ന ഒരാളെ കണ്ടുമുട്ടാനിടയായി എന്ന് വിചാരിക്കുക. അങ്ങനെ കണ്ടുമുട്ടാൻ സാധിക്കണമെങ്കിൽ ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിലേ അത് സാധിക്കുകയുള്ളൂ. അപ്പൊ ഈശ്വരാനുഗ്രഹം കൊണ്ട് അങ്ങനെ ഒരാളെ നമ്മൾ കണ്ടുമുട്ടി എന്നും വിചാരിക്കുക. ആ ആളെ കണ്ടാൽ നമുക്കറിയാം, ആ ആളെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. സന്തോഷമുള്ള ഒരാളെ കണ്ടാൽ അയാള് അഡ്വർടൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ സന്തോഷവാനാണ്, ഞാൻ സന്തോഷവതിയാണ്, എൻ്റെ മുഖം കണ്ടില്ലേ എപ്പോഴും പ്രസന്നമാണ് എന്നൊന്നും പറഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല, കണ്ടാൽ അറിയാം. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാളെ നമ്മൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും. അപ്പൊ ആ ആൾ അനുഭവിക്കുന്ന ആ സുഖം, സന്തോഷം ഒരിക്കലും മാഞ്ഞു പോകുന്നില്ല എന്ന് നമുക്ക് കുറച്ച് കാലത്തെ സാമീപ്യത്തിലൂടെ മനസ്സിലാവുകയാണ്. അതേ സമയത്ത് നമുക്കുണ്ടാവുന്ന സുഖാണോ ആണെങ്കിലോ അത് വേലിയേറ്റ വേലിയിറക്കങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നതുമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളിൽ എല്ലാവരിലും ഒരു ജിജ്ഞാസയുണ്ട്. ആധുനിക വിദ്യാഭ്യാസം എത്ര കെടുത്താൻ ശ്രമിച്ചിട്ടും അത് കെടാതെ തന്നെ നമ്മളിൽ ഊർജ്വസ്വലമായി നിൽക്കുന്നു എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. ആ ജിജ്ഞാസ അത് സഹജമാണ് മനുഷ്യർക്ക്. ആ ജിജ്ഞാസ കൊണ്ട് നമ്മൾ അവരോട് ചോദിക്കും, എങ്ങനെയാ ഈ സ്ഥിരമായിട്ടുള്ള സുഖം ഉണ്ടാവുന്നത് എന്ന്. സംസാര ദുഃഖങ്ങളിൽ പെട്ടുഴറുന്ന ഭവാന്മാർ ആത്മാനന്ദത്തിൽ മുഴുകിയിരിക്കുന്നവരാകയാൽ ക്ലേശം അനുഭവിക്കുന്നവരുടെ സുഹൃത്തുക്കളായിരിക്കുമല്ലോ. സംസാര ദുഃഖങ്ങളിൽ പെട്ടുഴലുന്ന ഞങ്ങളെ പോലെയുള്ളവർക്ക് ആയാസരഹിതമായി ശ്രേയസ് കൈവരിക്കാനുള്ള, ഞങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടുള്ള സുഖങ്ങളെല്ലാം ആയാസപ്പെട്ട് അനുഭവിക്കുന്നതാ. നല്ലോണം പ്രയാസപ്പെട്ടാലാണ് കുറച്ച് സുഖം അനുഭവിക്കാൻ സാധിക്കുക. അപ്പൊ ആയാസരഹിതമായി അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സുഖമുണ്ട്. അതനുഭവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടപ്പെടുകയും ഇല്ല. ആയാസരഹിതമായി ശ്രേയസ് കൈവരിക്കാനുള്ള മാർഗം എന്തെന്നതിനെ കുറിച്ച് ബഹുമാന പുരസരം ഭവാന്മാരോട് ചോദിച്ചു കൊള്ളട്ടെ. ബഹുമാന പുരസരം ചോദിക്കണം. അപ്പൊ എങ്ങനെ ചോദിക്കണം? അവകാശമായിട്ടല്ല ചോദിക്കുക, ബഹുമാനത്തോടു കൂടി ചോദിക്കണം. അറിയാനുള്ള ആഗ്രഹത്തിൽ നിന്ന്, ചോദനയിൽ നിന്ന് ഉയരുന്ന ശബ്ദം, അതാണ് ചോദ്യം. അങ്ങനെ ചോദിക്കണം. അങ്ങനെ ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരം മാത്രമേ ശരിയായിട്ടുള്ള ഉത്തരമാവുകയുള്ളൂ. പിടിച്ച് വാങ്ങിക്കേണ്ടതല്ല. ഇത് അവകാശ സ്ഥാപനം ഒന്നുമില്ല ആധ്യാത്മികതയില്. ഞങ്ങളുടെ അവകാശം സ്ഥാപിച്ചെടുക്കാനുള്ള കളിയൊന്നുമില്ല ആധ്യാത്മികതയില്. ആധ്യാത്മികത ആയാസരഹിതമായി സ്വാഭാവികമായിട്ടും നമ്മളിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. അതിൽ പിടിച്ചടക്കലുകളൊന്നുമില്ല. അതുകൊണ്ട് ബഹുമാന പുരസരം ചോദിക്കണം.
നമ്മളെക്കാൾ ശ്രേഷ്ഠരായിട്ടുള്ളവരെ കാണുമ്പോൾ നമ്മളിൽ ഊറി വരുന്ന വിനയ ഭാവത്തോടു കൂടി ചോദിക്കണം. അപ്പൊ അങ്ങനെ ചോദിച്ചു കൊള്ളട്ടെ എന്ന് ചോദിക്കാനും കൂടി അനുവാദം ചോദിക്കുകയാണ്. ചോദിച്ചു കൊള്ളട്ടെ. സകല ചരാചരങ്ങളിലും ആത്മാവായി വർത്തിക്കുന്ന ജനന മരണരഹിതനായ പരമാത്മാവിൻ്റെ അവതാരമൂർത്തികളായ ഭവാന്മാർ ഭക്തജനങ്ങളെ അനുഗ്രഹിക്കാനായി പ്രത്യക്ഷ രൂപത്തിൽ ഈ ഭൂമിയിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈശ്വരനെ അറിഞ്ഞവർ, അനുഭവിച്ചവർ ഈശ്വരൻ തന്നെയാണ്. അപ്പൊ ഇവര് പരമമായ സത്യത്തെ അറിഞ്ഞനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് ഇവർ ജനന മരണരഹിതമായ പരമാത്മാവിൻ്റെ അവതാരമൂർത്തികൾ തന്നെയാണ്. ഈ പരമാത്മാവ് എവിടെയാ ഉള്ളത്? സകല ചരാചരങ്ങളിലും ആത്മാവായി വർത്തിക്കുന്ന പരമാത്മാവ്. സർവചരാചരങ്ങളിലും ഈ പരമാത്മാവുണ്ട്. അതുകൊണ്ട് അതിനെ തേടി വേറെ എവിടെയെങ്കിലും പോകേണ്ട ആവശ്യമില്ല. വേറെ എവിടെ പോയാലും അത് നമ്മളിലേക്ക് തന്നെയാണ് തിരിച്ച് കൊണ്ടുവരിക. അപ്പൊ സകല ചരാചരങ്ങളിലും ആത്മാവായി വർത്തിക്കുന്ന ജനന മരണരഹിതനായ പരമാത്മാവിൻ്റെ അവതാരമൂർത്തികളായ ഭവാന്മാർ, ഈശ്വരനെ അറിഞ്ഞവര് ഈശ്വരൻ തന്നെയാണ്. ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി പ്രത്യക്ഷ രൂപത്തിൽ ഈ ഭൂമിയിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ തന്നെയാണ് നിങ്ങളുടെ രൂപത്തിൽ വന്നിരിക്കുന്നത്. ഭഗവാനെ അറിഞ്ഞവർ ഭഗവാൻ തന്നെയാണ്. അപ്പൊ ഭഗവാന് ഏത് രൂപം വേണമെങ്കിലും എടുക്കാം. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ രൂപത്തിൽ ഭഗവാന് അവതരിക്കാം. സത്യത്തിൽ അങ്ങനെ അവതരിച്ചിരിക്കുകയും കൂടിയാണ് ചെയ്യുന്നത്. ഞാനും നിങ്ങളും ഒക്കെ ഭഗവത് സ്വരൂപികൾ തന്നെയാണ്. നമുക്കൊക്കെ ഓരോ അവതാര ഉദ്ദേശവുമുണ്ട്. ആ അവതാര ഉദ്ദേശം എന്താ? നമ്മൾ ആരാണ് എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മളുടെ അവതാര ഉദ്ദേശം. ഇത്രയും മഹാരാജാവ് സനൽകുമാരാദികളോട് ചോദിക്കുകയാണ്. ഇപ്പൊ സനൽകുമാരാദികൾക്ക് വേണ്ടി സനൽകുമാരൻ മറുപടി പറയുകയാണ്. സനത്കുമാര ഉവാച. സനത്കുമാരൻ പറഞ്ഞു, മഹാരാജാവേ, സകല ചരാചരങ്ങൾക്കും നന്മ വരണമെന്നാശിക്കുന്ന മനസ്സോടുകൂടിയ അങ്ങയുടെ ചോദ്യം എത്രയും ശോഭനം തന്നെ. എല്ലാ മനുഷ്യർക്കും ഹിതകരമായ മാർഗത്തിൽ അവരുടെ വിശ്വാസം സുദൃഢമാക്കി നിർത്താനായി അങ്ങ് ഇപ്രകാരം ഞങ്ങളോട് ചോദിക്കുകയാകുന്നു. അങ്ങേക്ക് ഇതേക്കുറിച്ചെല്ലാം നല്ല പോലെ അറിയാമെങ്കിലും അതിലൊട്ടും അതിശയമില്ല. സജ്ജനങ്ങളുടെ മനസ്സ് എപ്പോഴും ഇങ്ങനെ പരസുഖത്തിനായി വ്യാപരിച്ചു കൊണ്ടേയിരിക്കും. സജ്ജനങ്ങൾ തമ്മിലുള്ള സംഗമം ഇരു കൂട്ടർക്കും ഒരേപോലെ സന്തോഷകരവും ശ്രേയസ്കരവുമാകുന്നു. അവർ തമ്മിൽ നടക്കുന്ന സംഭാഷണങ്ങളും ചോദ്യോത്തരങ്ങളും അവ കേൾക്കുന്നവർക്കൊക്കെയും സുഖപ്രദവും വിജ്ഞാനപ്രദായകവും ആകുന്നു. അതുകൊണ്ട് ഞങ്ങളുമായുള്ള സംഗമം അങ്ങേക്കെന്ന പോലെ ഞങ്ങൾക്കും സന്തോഷപ്രദം തന്നെ. ഈ ചോദ്യങ്ങളൊക്കെ കേട്ടപ്പം സനൽകുമാരാദികൾക്ക് സന്തോഷമായി. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ആരെങ്കിലും ചോദ്യമായിട്ട് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. ആ സന്തോഷമാണ് ഇവിടെ സനൽകുമാര ആദികൾക്ക് ഉണ്ടായത്. ഈ ചോദ്യം ചോദിച്ചത് കൊണ്ട് പൃഥു മഹാരാജാവ് ഇവരെക്കാൾ ചെറിയ ആളൊന്നുമായിട്ടില്ല. അതാണ് ഇവിടെ നമ്മൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം. അതായത് ഈ ചോദ്യം ചോദിക്കുന്ന ആൾക്ക് താൻ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം അറിയാം. പിന്നെ എന്തിനാ അത് ചോദിച്ചത്? മറ്റുള്ളവർക്ക് ഗുണപ്രദമായി കൊള്ളട്ടെ എന്ന് വിചാരിച്ചാണ് ചോദിച്ചത്. അത് മാത്രമല്ല, സനൽകുമാരാദികളെ അംഗീകരിക്കുകയും കൂടിയാണ് ഈ ചോദ്യത്തിലൂടെ മഹാരാജാവ് ചെയ്യുന്നത്. ഈ ഉത്തരങ്ങളൊക്കെ തനിക്ക് അറിയാവുന്നതാണ്. അപ്പൊ താൻ തന്നെ ഇത് വിളംബരം ചെയ്താൽ മതി. അങ്ങനെയല്ല, താൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് തന്നെ പോലെയുള്ളവർ അല്ലെങ്കിൽ തന്നെക്കാളും ശ്രേഷ്ഠരായിട്ടുള്ളവരും പറയുന്നത് എന്ന് കേൾക്കുമ്പോൾ കേട്ടവർക്ക് അത് കൂടുതൽ ഉറപ്പാവും. മഹാരാജാവ് പറഞ്ഞു, അവർ കേട്ടു.
ഇനി അതേ കാര്യങ്ങൾ തന്നെ സനൽകുമാരാദികൾ പറഞ്ഞാൽ അത് വീണ്ടും ഉറക്കുകയായി. അപ്പൊ താൻ പറഞ്ഞത് സത്യം തന്നെയാണ് എന്ന് വീണ്ടും 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 ഉറപ്പിക്കുവാനും കൂടിയാണ് രാജാവ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. തനിക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്കും കൂടി വേണ്ടിയാണ് ചോദിക്കുന്നത്. അതാണ് ഈശ്വരോന്മുഖരായി സഞ്ചരിക്കുന്നവരുടെ ഒരു സ്വഭാവ മാഹാത്മ്യം. അവർക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം മറ്റുള്ളവർക്കും ഗുണകരം ആയിരിക്കും. അവർക്ക് വേണ്ടി മാത്രമെന്ന് സങ്കുചിതമായ രീതിയിൽ അവരൊന്നും ചെയ്യാറ് പതിവ് ഇല്ല. അവര് ചെയ്യുന്നത് എപ്പോഴും എല്ലാവർക്കും ഗുണപ്രദമായിരിക്കും എന്നുള്ളത് കൊണ്ട് അവരുടെ ചോദ്യങ്ങളിലെല്ലാം എപ്പോഴും എല്ലാവരും ഉൾക്കൊള്ളുന്നു. എനിക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടി. അപ്പൊ അവിടെ ആ വിനയത്തിന്റെ ഭാഷയുണ്ട്. താൻ പറഞ്ഞത് തന്നെയാണ് സത്യമെന്ന് ഉറപ്പിക്കുവാൻ വേണ്ടി, അത് തന്നിലൂടെ മാത്രമല്ല, തന്നോളം അല്ലെങ്കിൽ തന്നേക്കാൾ ശ്രേഷ്ഠരായവരുടെ വായിൽ നിന്നും കൂടി അത് കേൾക്കുക. അങ്ങനെ കേൾക്കുമ്പം താൻ പറഞ്ഞത് കേട്ടവരിൽ ഉറയ്ക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് ശ്രേയസ് ഉണ്ടാകട്ടെ എന്ന ഉത്തമ ബോധ്യത്തിലാണ് അത് ചെയ്യുന്നത്. ഈ ഭാഗം നമുക്ക് വിശദമായിട്ട് അടുത്ത പ്രാവശ്യം കേൾക്കാം.